ഇപ്പോൾ നമുക്കൊപ്പം KV തോമസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KV തോമസ്, ഈ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. താങ്കളെ സംബന്ധിച്ച് വ്യക്തിപരമായ അടുപ്പം കൂടി കാണും മൻമോഹൻ സിംഗുമായി. ഈ സമയം അങ്ങേ എങ്ങനെ അനുസ്മരിക്കുന്നു? എനിക്ക് ദീർഘകാലത്തെ ബന്ധം അദ്ദേഹമായിട്ടുണ്ട്. അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായിരുന്നു. അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാനായിരുന്നു. അത് പിന്നീട് നരസിംഹറാവു ഗവൺമെന്റ് വന്നപ്പോൾ ധനകാര്യമന്ത്രിയായിരുന്നു. പിന്നീട് ഞാൻ 2009 ഞാൻ വീണ്ടും എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ സഹമന്ത്രിയായി ആദ്യവും പിന്നീട് ഇൻഡിപെൻഡന്റ് മന്ത്രിയായിട്ട് ഭക്ഷ്യസുരക്ഷാ നിയമം കൊണ്ടുവരുന്നതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത സന്ദർഭത്തിൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ചാർജ് തന്നു. എല്ലാ സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ സഹായവും സഹകരണവും ഉണ്ടായിരുന്നു. പിന്നീട് അധികാരത്തിൽ നിന്ന് പോന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തെ നിരന്തരം കാണാറുണ്ട്. വളരെ സ്നേഹമുള്ള, മാന്യമായി പെരുമാറുന്ന ഒരു നല്ല നേതാവായിരുന്നു അദ്ദേഹം. വളരെയധികം നന്ദി ശ്രീ KV തോമസ്, ഈ ഘട്ടത്തിൽ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചതിന്, നമുക്കൊപ്പം സംസാരിച്ചതിന്.